ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സുദീർഘമായ ഒരു പഠന പരമ്പര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഈ പഠനം 3 ഭാഗങ്ങളായാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണ് ഉടമ്പടിയുടെ ദൈവശാസ്ത്രം, അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, എന്താണ് ഉടമ്പടി, സ്വഭാവവിശേഷങ്ങൾ, ഘടന, വ്യത്യസ്തങ്ങളായ ഉടമ്പടികൾ എന്നിവയാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് ദൈവശാസ്ത്രപരമായ ഉടമ്പടികൾ എന്താണ് എന്നാണ് ചിന്തിക്കുന്നത്. അതിൽ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി, പ്രവൃത്തികളുടെ ഉടമ്പടി, കൃപയുടെ ഉടമ്പടി എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്ത് വേദപുസ്തകത്തിലെ ഉടമ്പടികളാണ് പഠന വിഷയം. അതിൽ നോഹയുടെ ഉടമ്പടി, അബ്രഹാമിൻ്റെ ഉടമ്പടി, മോശയുടെ ഉടമ്പടി, ദാവീദിൻ്റെ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ മാനവർക്കായുള്ള വീണ്ടെടുപ്പ് പദ്ധതി ശരിയായി ഗ്രഹിക്കുവാൻ പ്രയാസമാണ്. അതിനാൽ ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പഠനത്തിൻ്റെ 3 ഭാഗങ്ങളും കേൾക്കുവാൻ ശ്രമിക്കുക. ഇതിൻ്റെ നോട്ട് ബുക്കായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക, സൗജന്യമായി അയച്ചു തരുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9961330751. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഈ പഠനത്തിൻ്റെ 1ാമത്തെ ഭാഗമാണ്. ഇനി നമുക്ക് പഠനത്തിലേക്ക് പോകാം. മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിലെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയിലെയും സംഭവങ്ങൾ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ കാലാനുഗതമായി മുന്നേറുന്ന വെളിപ്പാടുകളിലൂടെ വിശദീകരിക്കുന്ന പഠനമാണ് ഉടമ്പടികളുടെ ദൈവശാസ്ത്രം. ഉടമ്പടികൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയും. ഇവ അന്തിമമായി യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മർമ്മം വെളിവാക്കുന്നു. യേശുക്രിസ്തു എന്ന വ്യക്തിയും അവൻ്റെ ജീവിതവും പ്രവൃത്തികളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉടമ്പടികളുടെ നിവൃത്തി ആയിരുന്നു. യേശുക്രിസ്തു അവൻ്റെ മരണത്തെ ഉടമ്പടികളുടെ നിവൃത്തിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. അവൻ്റെ രക്തം പുതിയ നിയമ ഉടമ്പടിയെ ഉറപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞല്ലാതെ പുതിയ നിയമ ഉടമ്പടി സാധ്യമല്ലായിരുന്നു. ഉടമ്പടിയുടെ ദൈവശാസ്ത്രത്തെ സംയുക്ത പദവിയുടെ ദൈവശാസ്ത്രം അഥവാ ഫെഡറൽ തിയോളജി എന്നും വിളിക്കാറുണ്ട്. ലാറ്റിൻ ഭാഷയിൽ ഫെഡസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉടമ്പടി എന്നാണ്. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം വ്യവസ്ഥിതമായ ഒരു കൂട്ടം ഉപദേശങ്ങളുടെ സംഹാരമല്ല. ഈ അർത്ഥത്തിൽ ഇതൊരു ദൈവശാസ്ത്രമല്ല. ഇത് വേദപുസ്തകത്തിലെ ആത്മീയ മർമ്മങ്ങളെ വ്യാഖ്യാനിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സങ്കേതം മാത്രമാണ്. ഇവിടെ വേദപുസ്തകത്തിലെ എല്ലാ ഉടമ്പടികളെയും യോജ്യമായി ചേർത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ ഉടമ്പടികൾക്കുള്ള പ്രാധാന്യത്തെ വിവരിക്കുന്നു. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം ദൈവം മനുഷ്യരുമായി സ്ഥാപിച്ച ഉടമ്പടികളിലൂടെ അവർ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്നു. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയിലെ എല്ലാ വിഷയങ്ങളെയും ഉടമ്പടികളുടെ പശ്ചാത്തലത്തിൽ വിവരിക്കപ്പെടുന്നു. ദൈവിക പദ്ധതിയിലെ ഐക്യത, പുരോഗതി എന്നിവയും വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയിൽ ഉണ്ടാകുന്ന താൽക്കാലിക വിരാമം എന്നിവയെയും ഉടമ്പടി വിശദീകരിക്കുന്നു. വീണ്ടെടുപ്പ് പദ്ധതിയുടെ അന്തിമ നിവൃത്തിയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയും ഉടമ്പടികളുടെ പഠനം വെളിപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടികളുടെ ദൈവശാസ്ത്രം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സമഗ്ര വീക്ഷണമാണ്. അത് പഴയ നിയമത്തെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തമായും അതിൻ്റെ ക്രിസ്തുവിലുള്ള നിവൃത്തിയായി പുതിയ നിയമത്തെ കാണുന്നു. അതായത് ഉടമ്പടിയുടെ ദൈവശാസ്ത്രം മൊത്തത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ളതാണ്. പാപം എങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിൽ വന്നത്, പാപം എങ്ങനെയാണ് മനുഷ്യരുടെ മേൽ കണക്കാക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഒരുവൻ്റെ പാപപ്രവൃത്തി കാരണം എല്ലാ മനുഷ്യരും പാപികളാകുന്നത് എന്നിങ്ങനെയുള്ള ആത്മീയ മർമ്മങ്ങൾ ഉടമ്പടികളുടെ ദൈവശാസ്ത്രം വിവരിക്കുന്നു. ആദാമിൻ്റെ അനുസരണക്കേടിനാൽ എല്ലാ മനുഷ്യരും പാപികളായതുപോലെ യേശുക്രിസ്തു എന്ന ഒരുവൻ്റെ സമ്പൂർണ്ണ അനുസരണത്താൽ അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും നീതീകരിക്കപ്പെടുന്നു. ഇതാണ് വീണ്ടെടുപ്പിൻ്റെ ചരിത്രം. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം തികച്ചും തിരുവെഴുത്തുകളിൽ അടിസ്ഥാനമാണ്. അതിൽ വേദപുസ്തകത്തിൽ വിവരിക്കപ്പെടുന്ന സൃഷ്ടിയുടെ ചരിത്രവും മനുഷ്യരുടെ വീഴ്ചയും വീണ്ടെടുപ്പും വിശുദ്ധീകരണവും ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണവുമുണ്ട്. മനുഷ്യരുടെ രക്ഷയെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പദ്ധതിയിൽ ശരിയായിടത്ത് സ്ഥാപിക്കുവാൻ ഉടമ്പടികളുടെ ദൈവശാസ്ത്രത്തിന് കഴിയുന്നു.
ഉടമ്പടികളുടെ ദൈവശാസ്ത്രം ദൈവവചനത്തെ അതിൽ നിന്ന് തന്നെ വ്യാഖ്യാനിക്കുകയാണ്. പുറമേ നിന്നുള്ള ആശയങ്ങൾ ദൈവവചനത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല. തിരുവെഴുത്തുകളിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഉടമ്പടികൾ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ഇപ്രകാരമുള്ള ചിന്തകളെയാണ് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ദൈവശാസ്ത്രം എന്ന് വിളിക്കുന്നത്. തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കേണ്ടതെന്നും എന്താണ് ഏറ്റുപറയേണ്ടതെന്നും ഉടമ്പടികളുടെ ദൈവശാസ്ത്രം വിവരിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ വരവോടെ ഇസ്രായേൽ ജനവുമായുള്ള ഉടമ്പടി ദൈവം ഉപേക്ഷിച്ചു എന്ന് ഉടമ്പടിയുടെ ദൈവശാസ്ത്രത്തെ അനുകൂലിക്കുന്നവർ കരുതുന്നില്ല. എന്നാൽ അവരുമായുള്ള ഉടമ്പടിയും യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പുതിയ നിയമസഭ പഴയ നിയമസഭയുടെ ഒരു ജൈവമായ തുടർച്ചയാണ്. പുതിയ നിയമസഭ പഴയതിനെ നീക്കം ചെയ്യുകയോ മാറ്റിക്കളയുകയോ ചെയ്യുന്നില്ല. പുതുജീവൻ പ്രാപിക്കാത്ത ഇന്നത്തെ ഇസ്രായേൽ ഭാവിയിൽ ദൈവജനമായി പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം സഭാ വിഭാഗീയതയില്ലാത്തതാണ്. അത് എല്ലാ സഭകൾക്കും ഒരുപോലെ സ്വീകാര്യമായ നവീകരണ വ്യാഖ്യാന രീതിയാണ്. ഈ വ്യാഖ്യാന സംഗീതത്തിൻ്റെ ആരംഭത്തിന് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളോളം പഴക്കമുള്ളതാണ്. എന്നാൽ 16-17 നൂറ്റാണ്ടുകളിൽ ജോൺ കാൽവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആത്മീയ ഉണർവിൻ്റെ കാലത്താണ് ഇതിന് പ്രചാരം ലഭിച്ചത്. ചരിത്രപരമായി എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളും ഇതിനെ അംഗീകരിക്കുന്നു. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം വേദപുസ്തകം വ്യാഖ്യാനിക്കുവാനുള്ള ഒരു മാർഗമാണ്, ഏക മാർഗം അല്ല. യുഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഡിസ്പെൻസേഷണലിസം എന്നത് മറ്റൊരു വ്യാഖ്യാന രീതിയാണ്. എന്നാൽ ഇത് രണ്ടും പലയിടങ്ങളിലും വ്യത്യസ്തമാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്നതിൽ അവ രണ്ടു പക്ഷത്താണ്. അന്ത്യകാല സംഭവങ്ങളുടെ വിശദീകരണത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശമായ രക്ഷ ദൈവകൃപയാൽ മാത്രം, വിശ്വാസത്താൽ മാത്രം, യേശുക്രിസ്തുവിലൂടെ മാത്രം, ദൈവനാമ മഹത്വത്തിനായി മാത്രം എന്നതിൽ രണ്ടു കൂട്ടരും ഒന്നിക്കുന്നു. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം ഡിസ്പെൻസേഷണലിസത്തിന് എതിരായി രൂപപ്പെട്ടതല്ല. ഡിസ്പെൻസേഷണലിസം രൂപപ്പെടുന്നതിന് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉടമ്പടിയുടെ ദൈവശാസ്ത്രം നിലവിൽ ഉണ്ടായിരുന്നു. ഡിസ്പെൻസേഷണലിസം രൂപീകരിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ അയർലൻഡിലെ ആംഗ്ലിക്കൻ സഭയുടെ പുരോഹിതൻ ആയിരുന്ന ജോൺ നെൽസൺ ഡാർബിയാണ്. പ്ലിമത്ത് ബ്രദറൻ എന്ന ക്രിസ്തീയ മുന്നേറ്റത്തോടൊപ്പം അല്പകാലം അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് എക്സ്ക്ലൂസീവ് ബ്രദറൻ എന്ന വിഭാഗം സ്ഥാപിച്ചു. അന്ത്യകാലത്ത് സംഭവിക്കുവാനിരിക്കുന്ന മഹോദരകാലത്തിന് മുമ്പ് ക്രിസ്തീയ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമെന്ന ഉപദേശം രൂപീകരിച്ചത് ഡാർബിയാണ്. ഈ ആശയം 20-ാം നൂറ്റാണ്ടിൽ സ്കോഫീൽഡ് റഫറൻസ് ബൈബിൾ പ്രസിദ്ധീകരിച്ചതോടെ അമേരിക്കയിൽ പ്രചാരത്തിലായി. പ്രസിദ്ധ ബാപ്റ്റിസ്റ്റ് സുവിശേഷകനായിരുന്ന C.H. സ്പർജന്റെ അഭിപ്രായത്തിൽ ഉടമ്പടിയെക്കുറിച്ചുള്ള ഉപദേശമാണ് എല്ലാ ശരിയായ ദൈവശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനം. നവീകരണ ദൈവശാസ്ത്രം ഉടമ്പടികളുടെ ദൈവശാസ്ത്രമാണ് എന്നതാണ് R.C. സ്പ്രൗളിൻ്റെ അഭിപ്രായം. ഉടമ്പടി എന്ന വാക്ക് പഴയ നിയമത്തിൽ ഏകദേശം 300 പ്രാവശ്യവും പുതിയ നിയമത്തിൽ ഏകദേശം 30 പ്രാവശ്യവും കാണപ്പെടുന്നു. വേദപുസ്തകത്തിൽ 2 ഭാഗങ്ങളെ പഴയ നിയമം എന്നും പുതിയ നിയമം എന്നുമാണ് വിളിക്കുന്നത്. ടെസ്റ്റമെന്റം എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം വിൽപത്രം, നിയമം എന്നിങ്ങനെയാണ്. ദൈവശാസ്ത്രത്തിൽ ടെസ്റ്റമെന്റം എന്ന വാക്കിനെ നിയമം അഥവാ ഉടമ്പടി എന്നാണ് മനസ്സിലാക്കുന്നത്. എബ്രായ ഭാഷയിൽ ഉടമ്പടിയെ ബെറീത്ത് എന്നും ഗ്രീക്ക് ഭാഷയിൽ ഡിയത്തക്കെ എന്നുമാണ് വിളിക്കുന്നത്. ഈ വാക്കുകളുടെ ശരിയായ പരിഭാഷ നിയമം എന്നല്ല, ഉടമ്പടി എന്നാണ്. ഇംഗ്ലീഷിലെ ടെസ്റ്റമെന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുവന്റെ മരണത്തിന് ശേഷം അവൻ്റെ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിവരണമാണ്. ഇത് ഒരുവന്റെ സ്വത്തുവകകൾ അനന്തര അവകാശികൾക്ക് എങ്ങനെ കൈമാറണമെന്ന് പറയുന്നു. ഇതിനെ മലയാളത്തിൽ വിൽപത്രം എന്നാണ് വിളിക്കുന്നത്. ടെസ്റ്റമെന്റിൽ ഒരുവൻ അവന്റെ മരണത്തിനു മുമ്പേ അവന്റെ ഭൗതിക സമ്പത്തിന്റെ അനന്തര അവകാശികളെക്കുറിച്ചുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അനന്തര അവകാശികൾ മിക്കപ്പോഴും അവന്റെ ബന്ധുമിത്രാദികളായിരിക്കും. ഇത്തരം വിൽപത്രം അത് എഴുതുന്ന വ്യക്തിയുടെ മരണത്തിന് ശേഷം മാത്രമേ നിയമപരമായി നിലവിൽ വരുന്നുള്ളൂ. അതായത് ഒരുവന്റെ മരണശേഷം മാത്രം നിയമപരമായി നിലവിൽ വരുന്നതും ജീവിച്ചിരിക്കുന്ന മറ്റൊരുവന് ലഭിക്കുന്ന അവകാശങ്ങളുമാണ് വിൽപത്രത്തിലുള്ളത്. എന്നാൽ ഉടമ്പടി വളരെ വ്യത്യസ്തമായ ഒരു ആശയം ആണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ബന്ധം
ദൈവത്തിൻ്റെ സർവാധികാരത്താലുള്ള തെരഞ്ഞെടുപ്പും തീരുമാനവുമാണ്. അത് ആരംഭിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരവും പ്രമാണപ്രകാരവുമാണ്. മനുഷ്യർക്കൊരിക്കലും ദൈവമായ ഒരു ഉടമ്പടി ബന്ധം ആരംഭിക്കുവാൻ സാധ്യമല്ല. മനുഷ്യർക്ക് ദൈവത്തോട് ഉടമ്പടിയുടെ നിബന്ധനകൾ നിർദ്ദേശിക്കുവാൻ സാധ്യമല്ല. ദൈവം ഒരു ഉടമ്പടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മനുഷ്യരുമായി കൂടി ആലോചിക്കാറില്ല. വേദപുസ്തകത്തിലെ ദൈവം ഉടമ്പടി ചെയ്യുന്ന, ഉടമ്പടി പാലിക്കുന്ന, ഉടമ്പടി നിവർത്തിക്കുന്ന ദൈവമാണ്. ഉടമ്പടികളിലൂടെ മനുഷ്യവർഗത്തിനായുള്ള ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയെ അവൻ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഉടമ്പടികളിൽ അതിൽ ഏർപ്പെടുന്നവർ പാലിക്കേണ്ടുന്ന കടമകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അതിൽ അനുഗ്രഹങ്ങളും ശാപങ്ങളുമുണ്ട്. അതെല്ലാം ദൈവനാമ മഹത്വത്തിനും നമ്മളുടെ അനുഗ്രഹത്തിനുമുള്ളതാണ്. ഉടമ്പടി മൂലം നമ്മൾ ചില അനുഗ്രഹങ്ങൾ കൈവശമാക്കിയേക്കാം. ദൈവം അവൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളുമായി മാത്രമേ ഉടമ്പടികളിൽ ഏർപ്പെടുന്നുള്ളൂ. ഭൂമിയിലെ ജീവികളുമായോ എല്ലാ മനുഷ്യരുമായോ നേരിട്ട് ഒരു ഉടമ്പടിയും ദൈവം ചെയ്യുന്നില്ല. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു, അവനുമായി ഒരു ഉടമ്പടി ബന്ധം സൃഷ്ടിച്ചു. എന്നാൽ സസ്യങ്ങളുമായോ മൃഗങ്ങളുമായോ ദൈവം ഉടമ്പടി ചെയ്തില്ല. ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്തു. നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന മറ്റുള്ള ജീവികളുമായി ഒരു ഉടമ്പടിയും ഉണ്ടായില്ല. അബ്രഹാമുമായി ഉടമ്പടി ചെയ്ത ദൈവം അവൻ്റെ പിതാവുമായോ കുടുംബത്തിലെ മറ്റുള്ളവരുമായോ സമകാലീനരുമായോ യാതൊരു ഉടമ്പടിയും ചെയ്തില്ല. ദൈവത്തിൻ്റെ ഉടമ്പടി മോശയും ഇസ്രായേൽ ജനവുമായിട്ടാണ്. അതിൽ ഫറവോനോ മിസ്രൈമ്യരോ ഭാഗമല്ല. ദാവീദുമായി ഉടമ്പടി ചെയ്ത ദൈവം ശൗലിനെ ഉപേക്ഷിച്ചു. യേശുക്രിസ്തുവും അവരിലുള്ള വിശ്വാസം മൂലം രക്ഷ പ്രാപിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുമായാണ് പുതിയ നിയമ ഉടമ്പടി ഉള്ളത്. റോമർ 8:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. വേദപുസ്തകത്തിലെ ഉടമ്പടികൾ മനുഷ്യരുടെ ഇടയിൽ സാധാരണയായി ഉണ്ടാകുന്ന കരാറല്ല. എല്ലാ ഉടമ്പടികളും പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അഴിച്ചുമാറ്റുവാൻ കഴിയാത്ത ഒരു ബന്ധമാണ്. അതിൽ നിയമപരമായ കരാറുകളും കടമകളും വാഗ്ദാനവും സമ്പൂർണമായ സമർപ്പണവുമുണ്ട്. ഉടമ്പടികൾ സ്ഥിരമാണ്. അത് അതിൽ ഉൾപ്പെട്ട് ആരും ലംഘിക്കുന്നില്ല. അതിൻ്റെ അനുസരണം ജീവനും ലംഘനം മരണവുമാണ്. ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയിലെ എല്ലാ പ്രമാണങ്ങളും പാലിക്കുവാൻ ഇരു കൂട്ടരും ബാധ്യസ്ഥരാണ്. ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രമാണം ലംഘിച്ചാൽ അവൻ മരിച്ചതായി കണക്കാക്കാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രമാണ ലംഘകന്റെ മരണമാണ് ലംഘനത്തിനുള്ള ശിക്ഷ. ഗലാത്യർ 3:15. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന് നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടി കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഉടമ്പടികൾ നമ്മളെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നു. ദൈവം ഉടമ്പടിയിലൂടെ അവനുമായി സ്വയം ബന്ധിക്കുന്നു. ദൈവം നമ്മളെ മൂല്യമേറിയ സ്വത്തായി കണക്കാക്കുന്നു. ദൈവം അവനെ തന്നെ മൂല്യമേറിയ സ്വത്തായി നമുക്ക് നൽകുന്നു. പുറപ്പാട് 6:7. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. ഉടമ്പടിയിലെ പ്രമാണങ്ങളുടെ ലംഘനം പാപമാണ്. രക്തം ചൊരിയാതെ പാപമോചനം സാധ്യമല്ല. അതിനാൽ ഉടമ്പടിയുടെ ലംഘനം മരണമാണ്. ഇത് പ്രമാണ ലംഘകന്റെയോ അവനെ പ്രതിനിധീകരിക്കുന്ന ഒരു പകരക്കാരൻ്റെയോ മരണം ആകാം. എബ്രായർ 9:22. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. ദൈവത്തിൻ്റെ ഉടമ്പടികൾ അതുല്യവും ജീവിക്കുന്ന ബന്ധവുമാണ്. അതിലേർപ്പെടുന്നവർ അവർ ജീവിച്ചിരിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു കരാർ ആണ് ഉടമ്പടികൾ. ഉടമ്പടി ഒരു വ്യക്തി ആരംഭിക്കുകയും ഇരുവരും ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുകയും വേണം. ദൈവവുമായുള്ള ഉടമ്പടി ഇപ്പോൾ ഈ ലോകത്തെ നമ്മൾ അവന് വേണ്ടി എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നു. ഒരു മനുഷ്യൻ്റെ ഇഹലോകവാസം, അവൻ്റെ മറ്റുള്ളവരുമായുള്ള ബന്ധം, ദൈവവുമായുള്ള ബന്ധം എന്നിവയെ ക്രമീകരിക്കുകയും പരിശോധിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ സകലതും അതിലെ പ്രമാണങ്ങൾ അനുസരിച്ചാണ്. ഉടമ്പടികൾ പുതിയ ബന്ധത്തെ ആരംഭിക്കുന്നില്ല.
അതിപ്പോൾ നിലവിലുള്ള അതുല്യമായ ഒരു ബന്ധത്തെ അനുഗ്രഹങ്ങളും കടമകളും കൂട്ടിച്ചേർത്ത് പ്രമാണാനുസരണമാക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. ഒരു ഉടമ്പടി എന്നത് സുരക്ഷിതമായ ഒരു ബന്ധമാണ്. ഉടമ്പടി പ്രഖ്യാപിക്കുന്ന വ്യക്തി പറയുന്നതും എഴുതുന്നതുമാണ് ഉടമ്പടിയുടെ വാക്കുകൾ. ഇതിൽ ദൈവം പറയുന്ന വാക്കുകളും ദൈവം എഴുതുന്ന വാക്കുകളും ദൈവത്തിനു വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഒരുവൻ പറയുന്നതും എഴുതുന്നതുമായ വാക്കുകളുമുണ്ട്. ഇതാണ് ഉടമ്പടിയുടെ ഉള്ളടക്കം. ഓരോ ഉടമ്പടിയും ഒരു പ്രത്യേക കാലഘട്ടത്തെയോ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ കാലാനുഗതമായ പുരോഗതിയോ സൂചിപ്പിക്കുന്നു. അതൊരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക ജനവുമായുള്ള ദൈവത്തിൻ്റെ ബന്ധത്തെ കാണിക്കുന്നു. ഉടമ്പടികൾ ആചാരപരമായ പ്രവൃത്തികളിലൂടെയാണ് ആരംഭിക്കുന്നത്. ഉടമ്പടിയെ പ്രതിനിധാനം ചെയ്യുന്ന അടയാളങ്ങളോ മുദ്രകളോ സ്ഥാപിക്കപ്പെടും. ഇത്തരം അടയാളങ്ങളും മുദ്രകളും പിന്നീട് ദിവ്യകർമ്മങ്ങളോ കൽപ്പനകളോ ചട്ടങ്ങളോ ആയിത്തീരും. സ്നാനം, തിരുവത്താഴ ശുശ്രൂഷ എന്നിവയെ ഇത്തരം അടയാളങ്ങളായി കണക്കാക്കാം. ക്രിസ്തുവിന് മുമ്പ് പുരാതന മധ്യപൂർവ്വ ദേശങ്ങളിൽ രാജാക്കന്മാർക്കിടയിൽ ഉടമ്പടികൾ നിലവിലുണ്ടായിരുന്നു. അക്കാലത്ത് 2 തരത്തിലുള്ള ഉടമ്പടികൾ ഉണ്ടായിരുന്നു. ഒന്ന് പാരിറ്റി ഉടമ്പടിയും രണ്ടാമത്തേത് സൂസറൈൻ വാസൽ ഉടമ്പടിയുമായിരുന്നു. ഇരു രാജാക്കന്മാരും അവരിലൂടെ രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം സ്ഥാപിക്കുക, നിലനിർത്തുക എന്നതായിരുന്നു ഇത്തരം ഉടമ്പടികളുടെ ഉദ്ദേശ്യം. പാരിറ്റി ഉടമ്പടി തുല്യരായ 2 രാജാക്കന്മാർക്കിടയിൽ പരസ്പരം ആക്രമിക്കുകയില്ല എന്ന് ഉറപ്പ് നൽകുന്ന ഉടമ്പടികളായിരുന്നു. ഇതിൽ 2 കക്ഷികളും പൂർണ്ണ സമ്മതത്തോടെയാണ് പ്രവേശിക്കുന്നത്. ഇതിൽ 2 രാജ്യങ്ങളുടെയും അതിർത്തികളെ പരസ്പരം ബഹുമാനിക്കാമെന്നും വ്യാപാര ബന്ധങ്ങളും ഓടിപ്പോകുന്ന കുറ്റവാളികളായ അടിമകളുടെ കൈമാറ്റവും പ്രധാന വിഷയങ്ങൾ ആയിരുന്നു. സൂസറൈൻ വാസൽ ഉടമ്പടി ഒരു വലിയ രാജാവും മറ്റൊരു ആശ്രിത രാജ്യവും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറാണ്. ഇതിലെ വലിയ രാജാവിനെ സൂസറൈൻ എന്നും ആശ്രിത രാജാവിനെ വാസൽ എന്നും വിളിക്കുന്നു. രാജാക്കന്മാർക്ക് പകരം ഒരു ഉയർന്ന വ്യക്തിയും താഴ്ന്ന വ്യക്തിയും തമ്മിലുള്ള കരാറും ആകാം. ഈ ഉടമ്പടിയിലെ ബന്ധം കുടുംബപരമോ സൗഹൃദമോ ആണ് എങ്കിൽ ഉയർന്ന വ്യക്തിയെ പിതാവെന്നും താഴ്ന്ന വ്യക്തിയെ പുത്രനെന്നും പരാമർശിക്കാറുണ്ട്. ഉടമ്പടി സൗഹൃദപരമല്ല എങ്കിൽ പ്രഭു, ദാസൻ, രാജാവ്, ആശ്രിതൻ, ശ്രേഷ്ഠനായ രാജാവ്, താഴ്ന്ന രാജാവ് എന്നീ പദങ്ങൾ ഉപയോഗിക്കും. ആശ്രിത രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയായാണ് ശ്രേഷ്ഠനായ രാജാവുമായി ഉടമ്പടി ചെയ്യുന്നത്. ഉടമ്പടിയിലൂടെ ആശ്രിത രാജാവും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ജനങ്ങളും ശ്രേഷ്ഠനായ രാജാവിൻ്റെ സംരക്ഷണത്തിൽ ആയിത്തീരും. ആശ്രിത രാജ്യത്തിലെ രാജാവ് ഉടമ്പടിയിലെ പ്രമാണങ്ങൾ സ്വന്തം രാജ്യത്തിൽ നടപ്പിലാക്കുവാൻ കടപ്പെട്ടവനാണ്. ഉടമ്പടി രൂപീകരിക്കുന്നതും ആരംഭിക്കുന്നതും സൂസറൈൻ എന്ന് വിളിക്കപ്പെടുന്ന വലിയ രാജാവാണ്. ആശ്രിത രാജാവും ജനങ്ങളും അദ്ദേഹത്തോട് വിശ്വസ്തതയും അനുസരണവും പാലിക്കുന്നുവെങ്കിൽ അനുഗ്രഹങ്ങളും, മത്സരിക്കുന്നുവെങ്കിൽ ശാപവും ഉണ്ടാകും. ഇത്തരം ഉടമ്പടികളിലൂടെ അക്കാലത്ത് പുതിയ കുടുംബ ബന്ധങ്ങളും രൂപീകരിക്കപ്പെടുമായിരുന്നു. നിബന്ധനകളോട് കൂടിയവയും നിബന്ധനകൾ ഇല്ലാത്തവയും രക്തം ചൊരിഞ്ഞുള്ളവയും രക്തരഹിതവുമായി വ്യത്യസ്തങ്ങളായ ഉടമ്പടികൾ നിലനിന്നിരുന്നു. ഒരു ഉടമ്പടിയെ മൃഗത്തിന്റെ രക്തം ചൊരിഞ്ഞ് ഉറപ്പിക്കുകയോ അതുകൂടാതെ ഉറപ്പിക്കുകയോ ആകാം. ആദാമുമായുള്ളതും ദാവീദുമായുള്ളതുമായ ഉടമ്പടികൾ രക്തരഹിത ഉടമ്പടികളാണ്. ഏതെനിൽ ദൈവം പ്രഖ്യാപിച്ച കൃപയുടെ ഉടമ്പടി രക്തം ചൊരിഞ്ഞ് ഉറപ്പിച്ചതാണ്. നോഹയുമായുള്ള ഉടമ്പടി, അബ്രാഹമുമായുള്ള ഉടമ്പടി, മോശയുടെ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്നിവയെല്ലാം രക്തം ചൊരിഞ്ഞുള്ള ഉടമ്പടികൾ ആണ്. ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ഇരുകൂട്ടരും പാലിക്കുവാൻ ബാധ്യസ്ഥമായ കടമകളും പ്രമാണങ്ങളും ഉൾപ്പെടുന്നവയെ നിബന്ധനകളോട് കൂടിയ ഉടമ്പടി എന്ന് വിളിക്കുന്നു. ഇതിലെ നിബന്ധനകളോട് ഇരുകൂട്ടരും യോജിച്ചെങ്കിൽ മാത്രമേ ഉടമ്പടി നിലവിൽ വരികയുള്ളൂ. നിബന്ധനകൾ പാലിച്ചാൽ അനുഗ്രഹവും ലംഘിച്ചാൽ ശാപവും ഉണ്ടാകും. ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി അനേകം നിബന്ധനകൾ മോശയുടെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു. വാഗ്ദത്ത ഭൂമിയിൽ സ്ഥിരമായി ജീവിക്കുവാൻ ഇസ്രായേൽ ജനം ഈ നിബന്ധനകൾ പാലിക്കണമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അവർ നിബന്ധനകൾ ലംഘിക്കുകയും ഫലമായി മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവാസത്തിൽ പോകേണ്ടി വരികയും ചെയ്തു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1, 7, 15, 25, 63, 64 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുന്നിൽ തോക്കുമാറാക്കും.
അവർ ഒരു വഴിയായി നിന്റെ മേലെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും. നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, 7 വഴിയായി അവരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായി തീരും. നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിക്കുവാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങളെ നശിപ്പിപ്പാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ചു. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ പറിച്ചു കളയും. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നിവർത്തിക്കപ്പെടുന്നതിന് യാതൊരു ഉപാധിയോ നിബന്ധനകളോ ഇല്ലാത്ത ഉടമ്പടികളുമുണ്ട്. ഇത്തരം നിബന്ധനകളില്ലാത്ത ഉടമ്പടി സ്ഥാപിക്കുവാൻ ഇരു കൂട്ടരുടെയും സമ്മതം ആവശ്യമില്ല. ഒരു കക്ഷി ഒരു ഉടമ്പടി പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം അത് നിവർത്തിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ കക്ഷിയുടെ അനുവാദമോ ഹിതമോ സമ്മതമോ ചോദിക്കുന്നില്ല. നോഹയുടെ ഉടമ്പടിയും അബ്രഹാമിന്റെ ഉടമ്പടിയും ഇതിനൊരു ഉദാഹരണമാണ്. ഉടമ്പടി ലംഘിക്കുവാൻ യാതൊന്നും നോഹയ്ക്കോ അബ്രഹാമിനോ ചെയ്യുവാൻ കഴിയുകയില്ല. ഉൽപ്പത്തി 9:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പിന്നെയും നോഹയോടും അവന്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്, ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായ ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും പ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ഉൽപ്പത്തി 12:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്ന പഠനത്തിന്റെ 1ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 2ാമത്തെയും 3ാമത്തെയും ഭാഗങ്ങൾ മറ്റു 2 വീഡിയോകളിലായി ലഭ്യമാണ്. വീഡിയോ ചാനൽ naphtalitribe.tv.com. ഇതിന്റെ നോട്ട് ഇ-ബുക്കായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. സൗജന്യമായി അയച്ചു തരുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9961330751. ഈ പഠനത്തിന്റെ 1ാമത്തെ ഭാഗം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.